എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് 70 രൂപയാണ്. 70 രൂപ? വെറുതെ 70 രൂപ. 0 1.5 മാസത്തിന് മേലെ ഞാൻ ത്രൂ ഔട്ട് സഞ്ചാരം. ഇതിനുള്ള ചെലവൊക്കെയോ? ഞാൻ റോട്ടിലാണ് കിടന്നിരുന്നത്, ബസ് സ്റ്റാൻഡിലാണ് കിടന്നിരുന്നത്. പിന്നെ ഭക്ഷണം ഇല്ലാണ്ടിട്ട് ഒരുപാട് നാൾ ഞാൻ നിന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാണ്ട് നടന്നിട്ടുണ്ട്. എന്നെങ്കിലും വേണ്ട തിരിച്ചു പോയേക്കാം എന്നൊരു തോന്നലുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ കൊച്ചിൻ്റെ ഭാഷയിൽ സംഭവമുണ്ട്. ജീവിക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും രാജാവിടെ ജീവിക്കേണ്ടത് സാറേ. എന്തിനാണ് അടിമകളായിട്ട് ജീവിക്കണം? അതായത് നിന്റെ വാപ്പാനും ഉമ്മാനും നല്ലൊരു കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ നീ പിന്നെ എന്തിനാണ് പണിയെടുക്കണം? എല്ലാവരും വിചാരിക്കും ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ്. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് വൈവെട്ടി വന്നവൻ അങ്ങനത്തെ ഒരു വാക്കിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് പണമില്ലാത്ത സമയത്ത് എൻ്റെ എനിക്ക് ഉമ്മാൻ്റെ കമ്മലൊക്കെ തന്നിട്ടുണ്ടായി. മട്ടാഞ്ചേരി എത്തിയവനാന്ന് പറയണം. ചെളിയിൽ കിടന്നിട്ട് അവൻ മീശിലേക്ക് എത്തി, ടോപ്പിലേക്ക് എത്തി എന്ന് പറയണം. അല്ലാണ്ട് കള്ളും കഞ്ചാവും മാത്രമല്ല. ഈ കള്ളും കഞ്ചാവും പോലുള്ള പിള്ളേർ വേറെ. സ്വന്തം സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പിള്ളേർ മട്ടാഞ്ചേരി പോലുള്ള അണ്ടർ റേറ്റഡ് സ്ഥലത്ത് ഉണ്ടെന്ന് ലോകം തിരിച്ചറിയണം. ഹലോ, ഷാജാൻ അബൂബക്കർ. നമ്മൾ ഒരുപാട് വ്യത്യസ്തരായ ഓൺട്രപ്രണേഴ്സിനെ കേരളത്തിൽ കാണാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെട്ട ഒരാൾ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു ഓൺട്രപ്രണറാണ്. ഒരു സ്മെല്ലിൻ്റെ പുറത്ത് ഒരു തനിക്ക് കിട്ടിയൊരു മണം ഇൻസ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെ പുറത്തൊരു വലിയ യാത്ര തുടങ്ങി, അതൊരു ബിസിനസ്സായി ഇന്നൊരു വലിയ ഓൺട്രപ്രണറായി വളർന്നുകൊണ്ടിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ അത്തറിൻ്റെ മണമുള്ള അത്തറിൻ്റെ രാജകുമാരൻ ഷിഫാസാണ് നമ്മുടെ കൂടെ. ഫോട്ടോ വെച്ചിക്കാരനായ ഷിഫാസിനെ ഞാൻ ടേണിംഗ് പോയിൻറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷിഫാസ് ഭായി, ഞാൻ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലെ റീലൊക്കെ കണ്ട് ഞാൻ തന്നെ ആകെ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ശരിക്കും എങ്ങനെയാണ് നിങ്ങളൊരു ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതും ഈ ഒരു യാത്ര തുടങ്ങുന്നതൊക്കെ? ഒരു ജേർണിയാണിത്. ഈ ജേർണി എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യണത് ഒരു തന്നെ അവൻ്റെ കോളേജ് ലൈഫിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അവൻ്റെ കോളേജ് ലൈഫിൽ അവൻ 3rd ഇയർ പഠിച്ചപ്പോൾ സെമസ്റ്റർ ഫീസ് കൊടുക്കണം. എല്ലാ സെമസ്റ്റർ ഫീസും കൊടുക്കുന്നുണ്ട്. പണിക്കൊക്കെ പോയിട്ടാണ് കൊടുക്കണം. കാറ്ററിങ് പണിക്ക്, പെയിൻറ്റ് പണിക്ക്, എല്ലാത്തിനും പോകുന്നുണ്ട്. 3rd ഇയർ ആയപ്പോൾ ഒന്ന് ചേഞ്ചായി, സ്ട്രൈക്കായി. ദൈവം നമുക്ക് ഓരോ സമയത്ത് ഓരോന്നിട്ട് തരുമല്ലോ. അതാണ് പിടിച്ചേക്കണം. പിടിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ മുറുകെ പിടിച്ചിട്ട് അങ്ങനെ നടക്കണം. മുമ്പിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എന്ത് ചെയ്യണം? നമ്മൾ നടക്കണം. അത് നമ്മൾ പിടിച്ചാൽ നടന്നേക്കണം. അങ്ങോട്ട് വീഴരുത്, ഉപേക്ഷിക്കരുത്. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. 3rd ഇയർ പഠിക്കുന്ന സമയത്ത് എനിക്ക് മൈൻഡിൽ പെർഫ്യൂമിനോടൊരു ഇഷ്ടം വന്ന്, അങ്ങനെ പെർഫ്യൂം വിറ്റിട്ട് എന്താക്കി സെമസ്റ്റർ ഫീസ് കൊടുക്കാന്നുള്ള രീതിയിലേക്ക് എൻ്റെ മൈൻഡ് തന്നെയാണ് ചിന്ത വന്നു. അങ്ങനെ ഞാൻ മട്ടാഞ്ചേരിൻ്റെ തെരുവിലൂടെ, അതായത് മട്ടാഞ്ചേരി ബസാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പണ്ട് മുതലേ ഫേമസ്. അപ്പോൾ കൊച്ചിയിലെ ബസാറിൻ്റെ ആ തെരുവിലൂടെ ഞാൻ എന്ത് ചെയ്ത് ചെറിയ കുപ്പി 100 രൂപക്ക് ചെറിയ കുപ്പി ആക്കിയിട്ട് നടന്ന് വിൽക്കാൻ തുടങ്ങി. കയ്യിൽ വെച്ചിട്ട് ബാഗിൽ തൂക്കിയിട്ട് നടന്ന് വിൽക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കണം. ഒരു 19 വയസ്സുള്ള ഒരു പ്രായത്തിലുള്ള ഒരു പയ്യൻ, അല്ലെങ്കിൽ 20 വയസ്സുള്ളൊരു പയ്യൻ നടന്ന് വിൽക്കണേണ്. അപ്പോൾ എത്ര വാങ്ങിക്കും? ഹോൾസെയിലായിട്ട് വാങ്ങിക്കും. അത് നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങി. അപ്പം എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് 70 രൂപയാണ്. 70 രൂപ? വെറുതെ 70 രൂപ. 0 ആ എമൗണ്ട് ആക്കാൻ വേണ്ടി തന്നെ ഞാൻ എന്ത് ചെയ്ത് കാറ്ററിങ്ങിൻ്റെ പണിക്കൊക്കെ പോയിട്ടൊക്കെയാണ് ഞാൻ ആ പൈസയൊക്കെ ഒപ്പിക്കണത്. ആ സമയത്ത് ഒരു 5-6 കൊല്ലം മുമ്പാണിത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 10 സെറ്റ് ആദ്യം ഒരു കുപ്പി വാങ്ങിച്ച്, ആ ഒരു കുപ്പി വിറ്റ്. ആദ്യം വിറ്റ അത്തറിൻ്റെ പേരാണ് ഫെൻഡി എന്നാണ് അതിൻ്റെ പേര്. ഫെൻഡി സിദാൻ എന്നൊക്കെ പേരുണ്ടതിന്. പ്രത്യേക മണമാണത്. ആ മണത്തിൽ തന്നെ ഫ്ലാറ്റായി. ഒരു പ്രത്യേകം എസ്തെറ്റിക് മണമാണത്. ഒരു എന്താ പറയുക, നല്ലൊരു ഗ്രീനി വുഡി മണം. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ മണം. ഞാൻ ആദ്യത്തെ മണം ഞാനത് കച്ചവടം ചെയ്ത് ആ ഒരു ബോട്ടിൽ 70-ന് 140 ആക്കി. ഓക്കെ. 1 എന്നുള്ളത് 2 ആക്കി, 2 എന്നുള്ളത് 4 ആക്കി, 4 എന്നുള്ളത് 8 ആക്കി, 8 എന്നുള്ളത് എന്താക്കി ഞാൻ 20 ആക്കി, 20 എന്നുള്ളത് 50 ആക്കി. അങ്ങനെ 50 ബോട്ടിലുകളാണ് ഇപ്പം. അപ്പം ആ സമയത്ത് എൻ്റെ കയ്യിൽ 50 ബോട്ടിലുകളായിട്ടാണ്, ഓരോ ബോട്ടിലാക്കിയിട്ടാണ്. ഈ എല്ലാ ദിവസവും ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബാഗ് എടുത്തിട്ട് ഇറങ്ങും. എന്നിട്ട് നടന്നു വെക്കും. ഷിഫാസ് പറ. എല്ലാ ദിവസവും ഞാൻ കോളേജ് എവിടെയായിരുന്നു? കൊച്ചിൻ കോളേജിലായിരുന്നു. അവിടെ തന്നെയായിരുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പോൾ വീട്ടിൽ ഉമ്മ, വാപ്പ, ഞാൻ. ഒറ്റ മോനാണ്. ഉപ്പ എന്ത് ചെയ്യണേ? ഹാർബറിലാണ്. അപ്പോൾ ഈ 70 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി ഇത് ഈ ഷോൾഡറിൽ ബാഗിലിട്ടിട്ട് ഈ വിൽപ്പന എത്ര നാൾ ചെയ്തു? 5 കൊല്ലം. 5 കൊല്ലം ചെയ്തു. കോളേജ് കഴിഞ്ഞിട്ടും ചെയ്തു.
പിന്നെ അതിൻ്റെ അടുത്തൊരു ലെവലിലേക്ക് പോയത് അങ്ങനെ സ്റ്റാൾ ഇട്ടോ? ഞാനിപ്പോൾ കോളേജിൽ ആ ഒരു ലെവലിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും കാണേണ്ടത് ഞാൻ എനിക്ക് ചെയ്യണതൊക്കെ എല്ലാവരും കാണണ്ട, എല്ലാവരും മുമ്പിൽ പബ്ലിക്കായിട്ടാണ് ചെയ്യണത്. അതെ അതെ അതെ. അപ്പോൾ എല്ലാവരും കാണാണ്ട് പലരും അന്ന് തന്നെ പരിഹസിച്ച്, പലരും എന്നെ അന്ന് കളിയാക്കി. പക്ഷേ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ടായി. പക്ഷെ ഞാൻ അന്ന് ഓടി നടന്നിക്കണ കണ്ടപ്പോഴേ ചിലവരെ മനസ്സിലത് മനസ്സിലായി, ഇവനീ ഓടണ ഓട്ടം വെറുതെ ആവൂലെന്ന്. പിന്നെ അതിന് ശേഷം ഞാൻ എന്താക്കി, കോളേജ് കഴിഞ്ഞ് ഞാൻ പല പണിക്കും പോയി. അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത്, പിന്നെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത്, പിന്നെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്ത്. ഇൻഫോ പാർക്കിലൊക്കെ അത്യാവശ്യം നല്ല പൊസിഷനിൽ ഞാൻ വർക്ക് ചെയ്ത ആളാണ്. എനിക്ക് അത്യാവശ്യം നല്ലൊരു വർക്കിംഗ് സ്പേസ് എനിക്ക് ഉണ്ടായിരുന്നു. അന്നും ഞാൻ എന്തുണ്ടായിരുന്നു, എനിക്ക് വർക്കായിട്ട് വന്നിട്ട് വീണ്ടും വേഗമായിട്ട് ഇറങ്ങും. ഇൻഫോ പാർക്കിൽ ജോലി കിട്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കാശിന്ന് അപ്പുറത്തേക്ക് ഈ അത്തറിനോടൊരു പ്രണയം വന്നു എന്നുള്ളതാണ് അതിന്റെ. ഇത് ഇതെങ്ങനെ പറഞ്ഞുതരാന്ന് വെച്ചാൽ, ഇത് രാവിലെ ഞാൻ ഉറക്കത്തിന് എണീക്കുന്നതാണ്. എൻ്റെ ഒരു കാലത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം രാവിലെ 2:30 മണിക്ക് എണീക്കും. 2:30 മണിക്ക് എണീച്ചിട്ട് ഹാർബറിൽ പോവും. ഹാർബറിൽ മീനിൻ്റെ പണിയാണ്. 2:30 മണിക്ക് എണീച്ചിട്ട് രാത്രി 2:30 മണിക്ക് എണീച്ചിട്ട് ഹാർബറിൽ നല്ലൊരു കഠിന പണിയാണത്. ബോക്സൊക്കെ ഇറക്കി വെച്ച് ആ ഒരു പണിയിൽ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി നേരെ അടുത്ത വർക്കിന് പോകണേ. ഇൻഫോ പാർക്കിൽ അന്ന് ഐലൻഡിലും ഇൻഫോ പാർക്കിലൊക്കെ ആയിട്ട് വർക്കാണ്. അക്കൗണ്ട്സ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അക്കൗണ്ട്സിലൊക്കെ വർക്കാണ് എനിക്ക്. ഈ വർക്കായിട്ട് ഞാൻ 7 മണിക്ക് വന്നേന്. 7 മണിക്ക് വീണ്ടും ഒരു 1/2 മണിക്കൂർ ഭക്ഷണം കഴിഞ്ഞിട്ട് വീണ്ടും പോകണേന് ബാഗ് എടുത്തിട്ട്. അത്രയായിട്ട് കണ്ടിന്യൂസ് വർക്കിംഗ്. അങ്ങനത്തെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്ത് ഈ പെർഫ്യൂമിനെ വിട്ടില്ല. ആദ്യം സെമസ്റ്റർ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ടാണ് ഒരു പാർട്ട് ടൈം പരിപാടി എന്ന നിലക്ക് അത്ര വിറ്റത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഫോ പാർക്കിൽ ജോലി കിട്ടിയിട്ടും ഈ ഐലൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഈ അത്തർ വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ കാശുണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ വേറൊരു കാരണം എന്തായാലും ഈ അത്തറുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടാവും. അത് ശരിക്കും എന്താണ് സാറേ? മണം എന്ന് വെച്ചാലേ ആരും മനസ്സ് ഈ ഇടയ്ക്ക് കളയും. എക്സാക്ട്ലി. ആൾക്കാരെ മനസ്സ് മാറ്റാൻ ഇത് മണത്തിനോളം വലുതൊന്നുമില്ല. ഞാൻ പഠിച്ച കുറേ പാഠങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ എൻ്റെ ആ സമയത്ത് ഉള്ളതിലും ഇപ്പോഴും എല്ലാം മണം എൻ്റെ ജീവിതത്തിൽ വലിയൊരു പങ്കുണ്ട്. സെൻറ്റിന് വലിയൊരു പങ്കുണ്ട് സാറേ. ഇത് മോർ ദാൻ മണിയാണ് ഇതെല്ലാം. എല്ലാം പൈസക്ക് കാണുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം പൈസ കിട്ടൂല. പണം കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ ഉള്ള ഒരു സംഭവമാണ് ഫീലിങ്സ്. നമ്മളെ മനസ്സിനെ തന്നെ കീഴടക്കി കളയും അത് സാറേ. എനിക്കൊരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പണമില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നും നമ്മളെന്തായിരുന്നു ഈ ബാഗ് തൂക്കിയിട്ടിട്ട് മറ്റുള്ളവർ കൊടുക്കണേന്, സ്മെല്ല് കൊടുക്കണേ. അപ്പോൾ അവരെ മുഖത്തുണ്ടാവുന്ന ഒരു പുഞ്ചിരിയുണ്ട്, അവരെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് സാർ. അതൊക്കെ നമ്മുടെ ലൈഫിൽ എന്താ പറയണ വല്ലാത്തൊരു സുഖം കിട്ടും നമുക്ക്. നമ്മൾ വേറെ ഏത് പ്രൊഡക്റ്റ് കൊടുത്താലും ആൾക്കാർക്ക് അതിൻ്റെ റിസൾട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അതെ അതെ. പക്ഷേ ഈ സ്പ്രേ അല്ലെങ്കിൽ അത്ര ഫ്രാഗ്രൻസിൻ്റെ പ്രത്യേകത അത് നമുക്ക് ഒരാൾ ഇവിടെ അല്ലേ സാധനം ആക്കി കൊടുക്കും അല്ലേ? ഈ ഭാഗത്തത് ആക്കി കൊടുത്ത അയാൾ സ്മെല്ല് ചെയ്യുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷിഫാസിനെ പിന്നീട് മോട്ടിവേറ്റ് ചെയ്ത്. അത് ചിലപ്പോൾ ഇൻഫോ പാർക്കെന്നോ ഹാർബറിന്നൊന്നും കിട്ടിയിട്ടില്ല. കൊച്ചിയിൽ അത്യാവശ്യം എല്ലാവർക്കും എന്നെ അറിയാം. ആരെന്നെ കണ്ടാലും കൈ ഇങ്ങനെ കാണിക്കും. ആരെന്നെ കണ്ടാലും കൈ ഇങ്ങനെ കാണിക്കും. ചിപ്പായോ വന്നിട്ടുണ്ട് അങ്ങനെ പറയും എല്ലാവരും. ചിപ്പായോ വന്നിട്ട് പിന്നെ ഇവിടെ മണാവും. ഇപ്പോൾ ഫുൾ ടൈം അത് എത്ര നാളായി? ഫുൾ ടൈം ആയിട്ട് ഏകദേശം ഒരു 2 കൊല്ലം. 2 കൊല്ലമായി. അപ്പോൾ ഈ അംബർല വെച്ച് വിൽക്കുന്നത് എത്ര കാലം ചെയ്തു സാർ? ഞാൻ ഇൻഫോ പാർക്കിൽ എല്ലാം വർക്കും ഉപേക്ഷിച്ച്. കാരണം എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആവണില്ല. അത് മാത്രമല്ല എനിക്ക് എൻ്റെ സ്വപ്നം തന്നെ വേറെ ആയിരുന്നു സാറേ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു സ്വപ്നത്തിന് വേണ്ടി. ഇത് എന്തെങ്കിലുമൊക്കെ ആക്കണം, ഇത് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ദിവസം നാട്ടിൽ നിന്ന് തന്നെ പോയി. ഞാനിപ്പോൾ വരാം എന്നുള്ള അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു പോക്ക് പോകണേന്. പോയി നേരെ എത്തിയത് ബോംബെയിലാണ്. അങ്ങനെ ബോംബെയിൽ ചെന്നിട്ട് ഞാൻ അവിടുന്ന് ഒരുപാട് ബിസിനസ്സുകാരൊക്കെ ഉണ്ട്, ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്, ഇതുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത്ര അന്വേഷിച്ചാ പോണേ? പെർഫ്യൂം അന്വേഷിച്ചിട്ടാണ് പോകാനുള്ള ഇൻസ്പിറേഷൻ എന്താ? മണം അന്വേഷിച്ചു പോയതാണോ? ഞാൻ ആദ്യം വിചാരിച്ചത് ഈ മണത്തിന്റെ ഏറ്റവും വലിയ കട മട്ടാഞ്ചേരിയിലെ കടയാണെന്ന് വിചാരിച്ച്. പിന്നെ ആ മട്ടാഞ്ചേരി ആ പാലം, തോമ്പടി പാലത്തിന് ഇപ്പുറം വന്നപ്പോൾ വിചാരിച്ച് എറണാകുളമാണ് ഏറ്റവും നല്ല മാർക്കറ്റ് എന്ന് വിചാരിച്ച്. പിന്നെ മനസ്സിലായി എറണാകുളത്തുള്ളൊരു സംഭവം ഇത് എടുക്കണത് എവിടെ നിന്നാന്ന് നോക്കിയപ്പോൾ മലപ്പുറത്ത് നിന്നൊക്കെയാന്ന് മനസ്സിലായി, കോഴിക്കോട് നിന്നൊക്കെയാണ് മനസ്സിലായി. അപ്പോൾ കോഴിക്കോട് ചെന്നപ്പോൾ വിചാരിച്ച് കോഴിക്കോടാണ് ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് വിചാരിച്ച്. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇതുവല്ല സംഭവം എന്ന്.
ഇതിൻ്റെ കേന്ദ്രം വേറൊരു സംഭവമാണ്. കോഴിക്കോട്ടുകാരെടുക്കുന്നത് വേറെ സ്ഥലത്തു നിന്നാണ്. ഇതിൻ്റെ സ്ഥലം വേറൊരു സ്ഥലമാണ്. അങ്ങനെ എന്ത് ചെയ്ത് ഇത് അന്വേഷിച്ചിട്ടാണ് ഞാൻ നേരെ പോണത് ബോംബെയിലേക്ക്. നിങ്ങൾ ബോംബെയിൽ എത്തിയിട്ട് കുറച്ച് നാൾ ബോംബെയിലായിരുന്നു. ഒരുപാട് അവിടെ ജോലി വല്ലതും ചെയ്തോ? ജോലിയൊന്നും ചെയ്തില്ല. ഒരുപാട് എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അവരായിട്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ ഓരോന്ന് മനസ്സിലാക്കി. അങ്ങനെ മാർക്കറ്റ് മനസ്സിലാക്കി. ഞാൻ കുറച്ച് നാൾ നിന്നപ്പോൾ തന്നെ മാർക്കറ്റൊക്കെ എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ കളി എങ്ങനെയാണ്, ഇതിൻ്റെ രീതി എങ്ങനെയാണ്, ഇതെന്തിട്ടാൽ ഇത് വർക്കാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ച് ഇതിനെങ്ങനെ ഇത് ഒരു നല്ലൊരു രീതിയിലേക്ക് ഇതിനെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അതുവരെ ഞാനൊന്നുമില്ല, നടന്നു വെക്കണ ഒരാളാണ്. എവിടുന്ന് എടുക്കുക വാങ്ങാൻ മാത്രമേ ഉള്ളൂ. അതുള്ള എൻ്റെ പരിപാടി പോണ മുമ്പ് വരെയും. എന്നിട്ട് ഞാൻ ഇങ്ങനെ മാർക്കറ്റ് കണ്ട് ബിസിനസ്സുകാരെ കണ്ട് സംസാരിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ച് അവിടെ നിന്ന് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയി. അതായത് ഗുജറാത്ത്, അഹമ്മദാബാദ്. ബോംബെയിലും അല്ല ഇതിന്റെ സോഴ്സ്? ഇല്ല, ബോംബെയിലാണ് മെയിൻ. അതായത് ഇതിന്റെ ബോട്ടിലെ സോഴ്സസ് ഇപ്പം വേറെ സ്ഥലങ്ങളാണ്. ബോട്ടിൽ ഉണ്ടാക്കണതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഗുജറാത്താണ്. ഗുജറാത്ത്, അഹമ്മദാബാദ് ഒക്കെ പോലത്തെ സ്ഥലങ്ങളാണ്. നേരെ അവിടെ ചെന്ന് പിന്നെ അവിടെ നിന്ന് പിന്നെ ഡൽഹി പോയി. ഡൽഹിയിൽ വേറെ കമ്പോണൻസ് നോക്കാൻ ഡൽഹി പോയി. കുറച്ച് നാൾ ഡൽഹിയിൽ നിന്ന് അങ്ങനെ ഫുൾ ട്രാവലിംഗ് ആയിരുന്നു ത്രൂ ഔട്ട് ഇന്ത്യ. കുറച്ച് കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. എത്ര നാൾ കഴിഞ്ഞാൽ തിരിച്ചു വന്നത്? ഒരു 1.5 മാസത്തിന് മേലെ ഞാൻ ത്രൂ ഔട്ട് സഞ്ചാരം എവിടെ നിൽക്കലില്ല. ഇതിനുള്ള ചെലവൊക്കെയോ കാശൊക്കെ? ചെലവൊക്കെ ഞാൻ കുറച്ച് സേവ് ചെയ്തു. ഞാൻ റോട്ടിലാണ് കിടന്നിരുന്നത്, ബസ് സ്റ്റാൻഡിലാണ് കിടന്നിരുന്നത്. ആകെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രം ചെറിയ റൂം എടുക്കും. ഭക്ഷണത്തിനൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ 1.5 മാസം. അതെ അതെ. ശരിക്കും എന്തായിരുന്നു അങ്ങനെ പോലൊരു മോട്ടിവേഷൻ? എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടാവും, അല്ലാതെ അങ്ങനെ ഒരാൾക്ക് പോകാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നത് ഷിഫാസിന് അതിലെന്തോ ഒരു ഇമോഷണൽ കണക്ടിവിറ്റി ആ സാധനത്തിലുണ്ട്. ഇന്നത്തെ തലമുറ പലതിലും അഡിക്റ്റഡാണ്. അതെ. പക്ഷേ അഡിക്റ്റഡ് ആവാത്തൊരു തലമുറ ഉണ്ട്. ഈ തലമുറയിൽ കുറച്ച് പിള്ളേരുണ്ട്. അവരുടെ ലക്ഷ്യങ്ങളുടെ പിറകിലാണ്, അവരവരുടെ സ്വപ്നങ്ങളുടെ പിറകിലാണ്. ആ കിക്ക് വേറൊന്നും തരില്ല. അതൊരു പ്രത്യേകതര സംഭവമാണ്. അതിൻ്റെ പിറകിലായ കുറച്ച് പേരുണ്ട്. അതിലൊരാളാണ് ഞാൻ. നമ്മുടെ സ്വപ്നത്തിൻ്റെ പിറകിലാണ്. ആ സ്വപ്നം ശരിക്കും എന്താ? സ്വന്തമായിട്ടൊരു പെർഫ്യൂം തുടങ്ങാന്നുള്ളതായിരുന്നു. ഈ ഇരിക്കണ ഈ സിറ്റിംഗ് ഉൾപ്പെടെ എല്ലാം കൃത്യമായ പ്ലാനഡാണ്. ഞാൻ ചലിച്ച ഓരോ യാത്രയും ക്ലീൻ പ്ലാനഡാണത്. ഒരു സാധനം ഞാൻ എവിടെയെങ്കിലും ചെയ്യേണ്ട അത് ക്ലീനായിട്ട് ഞാൻ ചിന്തിച്ചാൽ കറക്റ്റ് പ്ലാൻ പഠിച്ചിട്ടായിരിക്കും അത് ഞാൻ ചെയ്യണത്. ഈ ഒരു തലമുറക്ക് വേണ്ട ഒരു സംഭവം കറക്റ്റുള്ള ദിശാബോധം വേണം. ഒരു കാര്യം, അതായത് നമ്മൾ എന്ത് ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം. വെറുതെ അച്ഛൻ്റെ പൈസ കളയാൻ വേണ്ടി കുറേ അങ്ങനെ ഇതൊന്നും കാണിച്ച് ചെയ്ത് കാര്യമില്ല. നിനക്കെന്താണ് നിൻ്റെ സ്വപ്നം, അതിനുവേണ്ടി നീ പുറകെ ഓട്. ഷിഫാസ് പറഞ്ഞതൊരു വലിയ പോയിൻ്റാണ്. കാരണം അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ പറഞ്ഞൊരു സാധനമാണ്, ആളുകൾ ഈ ഡ്രഗ് അഡിക്റ്റഡ് ആവുന്നതിൻ്റെയും ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഡയറക്ഷൻ ഇല്ലാത്തതാണ്. അതായത് ഷിഫാസ് പറഞ്ഞ അതേ വാക്ക് തന്നെ, ദിശാബോധം ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളെ മുമ്പിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളൊന്നും പ്രതിസന്ധിയില്ല. പിന്നെ ഭക്ഷണം ഇല്ലാണ്ടിട്ട് ഒരുപാട് നാൾ ഞാൻ നിന്നിട്ടുണ്ട്, വെള്ളം കുടിക്കാണ്ട് നടന്നിട്ടുണ്ട്, നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റാണ്ടിരുന്നിട്ടുണ്ട്. സാറേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പണമല്ല. പണത്തിനാണെങ്കിൽ നമ്മിങ്ങനെ നിൽക്കൂല, വേറെ പണിയെടുത്താൽ പോലെ. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് എനിക്കിത് ഗിവ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിത് വേണ്ട, ഇപ്പം എനിക്ക് നാട്ടിൽ പോയൊരു ജോലി കിട്ടും, ജീവിക്കാം അല്ലേ, പ്രത്യേകിച്ച് കൊച്ചിയിലാണ് പിള്ളേർക്ക് ഇഷ്ടം പോലെ നമ്മൾ കാണുന്നതാണ്, നിങ്ങളെ പ്രായമുള്ള ആൾക്കാരവിടെ പലതും ചെയ്ത് ജീവിക്കാം. കൊച്ചിയിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അല്ലെങ്കിൽ കൊച്ചിയിലെ പിള്ളേർക്ക് കുറച്ചുകൂടി ആംബെയറും അവിടെ പണ്ട് മുതലേ ആളുകളായിട്ട് ഇടപഴകി അങ്ങനത്തെ ഒരു കുറച്ചുകൂടി ഒരു ജോലി എന്നതിനപ്പുറത്തേക്കും അവർ ജീവിക്കാൻ ടൂറിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തിട്ടോ പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ഈ പട്ടിണി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ഈ റോഡ് സൈഡ് ഞങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടു, ഈ മഴ കൊണ്ട് എന്നെങ്കിലും വേണ്ട തിരിച്ചു പോയേക്കാം എന്നൊരു തോന്നലുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ കൊച്ചിൻ്റെ ഭാഷയിലൊരു സംഭവമുണ്ട്, ജീവിക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും രാജാവിടെ ജീവിക്കേണ്ട സാറേ. എന്തിനാണ് അടിമകളായിട്ട് ജീവിക്കണ? എത്രയോ വർഷം നമ്മൾ പട്ടിണി കിടന്ന്, എത്രയോ ദിവസം നമ്മൾ നല്ലൊരു സൗകര്യമില്ലാണ്ട് ജീവിച്ചു പോയിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ ജീവിക്കണോ? ഇതിനെക്കുറിച്ച് ചേഞ്ച് വേണ്ടേ? അതായത് നിൻ്റെ വാപ്പാനും ഉമ്മാനും നല്ലൊരു കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ നീ പിന്നെ എന്തിനാണ് പണിയെടുക്കണ? സത്യം സാറിന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. പിന്നെ അല്ലാണ്ട് നമ്മൾ ഈ ഒരുപാട് പൈസ ഉണ്ടാക്കണതിലൊന്നല്ല കാര്യം. അതായത് ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തപ്പോഴും ഞാൻ ആലോചിച്ച കുറവൊന്നുമല്ല, ഇതൊരു ദിവസം ജയിക്കും. ഞാൻ ഇത് നിർത്തുന്നുള്ള കാര്യം മനസ്സിലാലോചിക്കൂല.
അങ്ങനെ ആലോചിച്ചാലാണ് ഇങ്ങനത്തെ പ്രശ്നം. അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ഇത് സാറേ ഞാൻ കടന്നുപോയ പ്രതിസന്ധികൾ എന്നൊക്കെ പറഞ്ഞാലേ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ കൊള്ളക്കാരുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. സാറേ എന്താ പറയണ, ഒരു രാത്രി 7 മണിക്ക് തന്നെ ഇന്ത്യൻ്റെ പല സ്റ്റേറ്റുകളിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. ATM കൗണ്ടറിൽ കയറാൻ പറ്റില്ല. നമ്മളിപ്പോൾ ATM കൗണ്ടറിൽ കയറി പൈസ അത്യാവശ്യമായിട്ട് നമ്മൾ എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് അപ്പോൾ തന്നെ പൈസ പോകണേണ്. കഴുത്തിൽ കത്തി വെച്ചിട്ടാണ് പൈസ വയ്ക്കണ. ഇന്ത്യയിലെ പല സിറ്റീസിൽ കൂടെ ഞാൻ രാത്രി സഞ്ചരിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, അങ്ങനെ അത്രം ഈ സഞ്ചാരത്തിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ പലതും ആലോചിച്ചൂടെ. സത്യം സാറേ, ഉപേക്ഷിക്കണം എന്നുള്ള മനസ്സ് ചിന്തിക്കാൻ പാടില്ല. ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്, അത് ജയിച്ചിട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിനിറങ്ങാൻ നിൽക്കരുത്. വിജയ് ഈസി അല്ല. നീ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടാ, മരണം വരെ വിട്ടുകൊടുക്കരുത്. ജയം തോൽവിയൊക്കെ ബിസിനസ്സിലൊക്കെ ഉണ്ട്. പരാജയപ്പെട്ടിട്ടുണ്ടാ, ജയിച്ചിരിക്കും. ഞാൻ ഒരുപാട് പരാജയപ്പെട്ടവനാണ്. എൻ്റെ ഹിസ്റ്ററിയിൽ ഒരു 99% ഫെയിലറാണ്. തോറ്റിട്ട് തന്നെയാണ് വന്നത്, ജയിച്ചിട്ട് വന്നതല്ല. ഞാൻ തോറ്റ് നിലത്ത് എല്ലാ വഴിയും നടക്കുമ്പോഴും കല്ലുകൊണ്ട് തട്ടി വീഴും, മുള്ളുകൊണ്ടിട്ട് കാല് മുറിയും. വീണ് കൊടുക്കാൻ മനസ്സില്ല. ശരീരത്തിനെ മുറിവേറ്റുള്ളൂ, മനസ്സിനെ മുറിവേറ്റില്ല. അതെ. ഞാൻ സെമസ്റ്റർ ഫീസ് അടക്കാൻ വേണ്ടി ബാഗ് തൂക്കി അത്ര വിറ്റ ഷിഫാസ്, അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു അമ്പർലയുടെ താഴെ സ്റ്റാളിട്ട് വിറ്റ് അവിടുന്ന് 1.5 മാസത്തോളം എവിടുക്കാന്നില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പറയാം, റോക്കി ബായ് സ്വർണ്ണ അന്വേഷിച്ച് പോലെ ഷിഫാസ് ഇതിൻ്റെ ഒരു ബേസ് അന്വേഷിച്ച് പോയി. ഇന്ന് ഷിഫാസ് എവിടെ എത്തിയിരിക്കണേ സാർ? ഇന്നിപ്പോൾ എനിക്ക് 3 ഔട്ട്ലെറ്റ് ഉണ്ട്. 3ഉം പ്രൈം ലൊക്കേഷനിലാണ് എൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്. അതെ. ഇത് ഒന്ന് പറയുന്നത് നമ്മുടെ ഒബ്രോൺ മാളിലെ, എറണാകുളത്ത് ഒബ്രോൺ മാൾ, എടപ്പള്ളി ഒബ്രോൺ മാളിലാണ്, 4th ഫ്ലോറിലാണ്. രണ്ടാമത്തത് സെൻറ്റർ സ്ക്വയർ മാളിലെ 3rd ഫ്ലോറിലാണ്. ഓക്കെ. പിന്നെ ഉള്ളത് പെരുമ്പാവൂർ സെൻട്രോ മാളിലാണ്. സ്വന്തമായിട്ട് ഇപ്പോൾ 3 ഔട്ട്ലെറ്റുകളാണ്. സ്വന്തമായിട്ട് 3-ന് 3+ ആണ് ഇപ്പോൾ. 2+, അതായത് 2 മെയിനാണ്. ബാക്കിയെല്ലാം മൾട്ടി ബ്രാൻഡിന് കൊടുത്തേക്കണേ. മൾട്ടി ബ്രാൻഡിന് ഞാൻ ഔട്ട്ലെറ്റ് എടുത്തേക്കണേ. എൻ്റെ ബ്രാൻഡ് അവിടെ വെച്ച് കൗണ്ടർ പോലെ. അതെ അതെ. ഇത് എങ്ങനെ സ്വന്തം ബ്രാൻഡിലാണോ ചെയ്യുന്നത്? അതെ, സ്വന്തം ബ്രാൻഡിൽ. എന്താണ് ബ്രാൻഡ് നെയിം? ബ്രാൻഡിൻ്റെ പേര് വന്നത് ചിപ്പായി, CHIPPAYI. ചിപ്പായി എന്ന് പറഞ്ഞത് അതൊരു പെർഫ്യൂമിന് പറ്റിയൊരു പേരല്ല. പെർഫ്യൂമിന് പറ്റണ ഒരു പേരല്ല അത്. ഞാൻ ഈ പേര് കണ്ടുപിടിക്കാൻ തന്നെ 2 കൊല്ലം ഓടി കിടന്നു. ഏത് പേരിടും. മീനിങ് വല്ലതും ഉണ്ടോ? ഇതിന് പ്രത്യേകിച്ചൊരു മീനിങ് ഇല്ല. അതായത് ഇപ്പം നമ്മൾ പലരും ഐഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും ഐഫോൺ ഉപയോഗിക്കുന്നത് എന്താണ്? ആപ്പിളാണത്. ആപ്പിൾ എന്നാ പറയണത്. അത് കാഴ്ചയിലെ ആപ്പിളല്ല അത്, പക്ഷെ അതൊരു ആപ്പിളാണ്. ഒറിജിനൽ ആപ്പിൾ അല്ല അത്. അതെ, ഒറിജിനൽ ആപ്പിളല്ല, പക്ഷെ അത് ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡാണത്. അതെങ്ങനായി? ഒരു സിമിലാരിറ്റി ഇല്ലാത്ത ഒരു പേരിനെ ഒരു ബ്രാൻഡാക്കി മാറ്റി. ആപ്പിൾ എന്നുള്ള ഒരു വസ്തുവിനെ അവരൊരു ഐഫോണിലേക്ക് എത്തിച്ച്. മനസ്സിലായി? അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ചിപ്പായി എന്നുള്ള കൺസെപ്റ്റ്, ചിപ്പായി എന്നുള്ളത് ഒരു ഫ്രാഗ്രൻസ് ബ്രാൻഡിന് പറ്റിയൊരു പേരേ അല്ല. ആ ചിപ്പായി എന്നുള്ള പേര് ആർക്ക് പറയാനും എളുപ്പമാണ്, ആർക്ക് കേൾക്കാനും എളുപ്പമാണ്. ആൾക്കാരുടെ മനസ്സിൽ അത് പെട്ടെന്ന് 14 പിന്നെ പോവുകയില്ല. ഒരു മണം പോലെയാണത്, അങ്ങനത്തെ ഒരു പേരാണത്. അപ്പോൾ എന്താക്കി, ആ പേരിനെ ഞാൻ എൻ്റെ ബ്രാൻഡിന് ചൂസ് ചെയ്ത്. അപ്പോൾ എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായി, എന്തിനാണ് നീ പേരിട്ടത്? ഞാനപ്പോൾ ആരോടൊന്നും പറഞ്ഞില്ല, ഞാൻ അതൊക്കെ കേട്ട് നിന്ന്. പിന്നീട് ഞാൻ എന്താക്കി, ആ ഒരു പേരിൻ്റെ ഞാൻ ചെറിയ കൊടകൾ പോലുള്ള ഔട്ട്ലെറ്റ് അത് ഞാൻ കൊച്ചിയിൽ ഇടണേണ്. അതായത് ഞാൻ കൊച്ചിയുടെ 3 ഭാഗത്തായിട്ട് ഇട്ട്, ഒരെണ്ണം ഇട്ടില്ല. ഞാൻ 5 കൊല്ലം എന്താക്കി റണ്ണിങ്ങിലായിരുന്നു, അണ്ടർഗ്രൗണ്ട് വർക്കായിരുന്നു. അതായത് ഇപ്പോൾ ഒരു മോളേൻ്റെ ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ 5 കൊല്ലം ഇത് വളരണത് ഭൂമിൻ്റെ അടിയിലാണ്. ചൈനീസ് ബാമ്പു. ഭൂമിൻ്റെ അടിയിലാണ് ഇത് വളർന്നുകൊണ്ടിരിക്കണത്. 5 കൊല്ലത്തിന് ശേഷം ഇത് എന്ത് ചെയ്യും, ടക്ക് നട്ട് മുള പൊട്ടും. പിന്നെ പൊക്കത്തോട്ട് ബ്രാഞ്ചസ് വളർന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ശൈലി. ഇതേ സെയിമാണ് ഇതിൻ്റെ ഫോർമാറ്റും. 5 കൊല്ലം ഇത് ഗ്രൗണ്ടിലായിരുന്നു. 5 കൊല്ലത്തിൽ ഇത് 5ാമത്തെ കൊല്ലം ഇതിനെ ഞാൻ 3 ഔട്ട്ലെറ്റ്, 3 ചെറിയ കൗണ്ടറുകളാക്കിയിട്ട് ഞാൻ കൊച്ചിയുടെ 3 ഭാഗത്ത് ഇട്ട്. അപ്പോൾ കൊച്ചി കൂടെ ആര് കടന്നു പോയാലും ചിപ്പായി കാണും, ഇവിടെ എത്തുമ്പോൾ ചിപ്പായി കാണും. അങ്ങനെ എന്തായത് ഈ ഒരു പേരിനെ ഞാൻ എന്താക്കി യുണീക്കാക്കി കൊണ്ടുവന്ന്. ഒരു കാലത്ത് കൊച്ചിയിൽ പെർഫ്യൂം എന്നുള്ള പേര് വരുമ്പോൾ ഫസ്റ്റ് എൻ്റെ പേര് ഓർമ്മ വരും. ആൾക്കാർ എന്നോട് പറയും, ഇത് ഏത് വർഷത്തിലാണ് ചെയ്യണേ? ഇത് 2019 സ്റ്റാർട്ട് ചെയ്തതാണ്, കോവിഡിൻ്റെ മുമ്പ്.
പിന്നെ അങ്ങനെ ഞാൻ കൗണ്ടർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്രാൻഡിന് ഒരു പബ്ലിസിറ്റി വന്നു. അങ്ങനെയാണ് ചിപ്പായി ഫേമസ് ആവണത്. ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഇടുന്നത് ഒബ്രോണിലാണ്. ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഇടുന്നത് ഒബ്രോണിലാണ്. ഒബ്രോണിലാണ്. അതിന് മുമ്പ് ഞാൻ ഒരുപാട് ഇവൻറ്റുകളിൽ കൗണ്ടർ എടുത്ത് ചെയ്യലായിരുന്നു. അങ്ങനെ കൊച്ചിയിൽ എവിടെ ചെന്നാലും ചിപ്പായിരുന്നു. അങ്ങനെ ഇതിനെ ഫെമിലിയർ ആക്കി കൊണ്ടുവന്ന്. ചിപ്പായി എന്നുള്ള ബ്രാൻഡിൽ ഇപ്പോൾ എത്ര പ്രോഡക്റ്റ് ഉണ്ട് സാറേ? ഞാനൊരു 1000കണക്കിന് മണങ്ങൾ ഞാൻ ചിപ്പായിൻ്റെ ബ്രാൻഡിൽ ചെയ്തിട്ടുണ്ട്, അതായത് വിറ്റിട്ടുണ്ട്. പക്ഷേ ഈ 1000കണക്കിന് മണങ്ങൾ വിറ്റത് അതല്ല, ഞാൻ ഇനി ചെയ്യാൻ പോണതാണ് മണങ്ങൾ. അതായത് എൻ്റെ ലേറ്റസ്റ്റ് ഒരു ഫ്രാഗ്രൻസ് ഞാനിപ്പോൾ ലോഞ്ച് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഡോപ്പ്. ഈ ഒരു മണം, അതായത് ചിപ്പായി ഒരുപാട് മണങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ സെലക്റ്റീവായിട്ട് കുറച്ച് മണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായി. ആ മണങ്ങളാണ് ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഇറക്കാൻ പോകുന്നത്. ഇതുവരെ ഞാൻ ട്രയലായിരുന്നു. ഇതുവരെ എൻ്റെ ഇത്രയും കൊല്ലം ഞാൻ ട്രയലിങ്ങിലായിരുന്നു. ഞാൻ എൻ്റെ ഓരോ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആക്കിയിട്ടുണ്ട്. ഡോപ്പ് എന്നാണ് പേര്. അതിൻ്റെ ടോപ്പ് നോട്ട്സ് വന്നത് തന്നെ കോഫി, വാനില, അതിൽ പിയേഴ്സും ജാസ്മിനും ബ്ലെൻഡായിട്ട് വന്ന ഒരു, അതായത് വുഡും പാച്ചോലിയൊക്കെ മിക്സ് ആയിട്ടൊരു പ്രത്യേക മണമാണത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രഞ്ച് ഫ്രാഗ്രൻസ് എന്നൊക്കെ പറയാം. ഡോപ്പ് എന്നാണ് അതിൻ്റെ പേര്. അത് ചിപ്പായിൻ്റെ ഫസ്റ്റത്തെ പെർഫ്യൂം. ഇനിയൊരു പെർഫ്യൂം വരാനുണ്ട്. അത് 2 മാസം കഴിഞ്ഞിട്ട്. ഇനി കമ്പനീൻ്റെ ചിപ്പായി എന്നുള്ള പേര് ബേക്കിലായിരിക്കും. ഞാൻ ഇറക്കണ മണങ്ങളുടെ പേരായിരിക്കും മുമ്പിൽ. ഡോപ്പ്, റൊമാൻസ്, സ്പാനിഷ്, അങ്ങനെ പല പല മണങ്ങൾ. എത്ര ഇറക്കണം ശരിക്കും ആഗ്രഹം? ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്നത് 50+, 50+ മണം ഇറക്കാനാണ് ഉദ്ദേശിക്കണം. ചിപ്പായി എന്ന് വിളിക്കണോ ഷിഫാസ് എന്ന് വിളിക്കണോ ഇഷ്ടം? ചിപ്പായി എന്ന് വിളിച്ചാൽ മതി. ഓക്കെ. ചിപ്പായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മെൽ ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട മണം അതെൻ്റെ മനസ്സിലുള്ളൊരു മണമാണ്. പേരിട്ടിട്ടില്ല ഇനി. അത് ചെയ്യണത് ചെയ്തെടുക്കും. കുറച്ച് ടൈം പിടിക്കും. അതിന് കുറച്ച് സമയം. എന്ത് നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം പിടിക്കും. ഇപ്പോൾ ഒരു നല്ലൊരു സംഭവം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വർഷം പിടിക്കും അതിന്. പെട്ടെന്നൊരു സംഭവം ഉണ്ടാവില്ല നല്ലൊരു സാധനം. അപ്പം അങ്ങനെ ഒരു സാധനം ഇനിയും വരാണ്ട്. ഷിഫാസിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഷിഫാസിൻ്റെ കണ്ണിൽ ഷിഫാസ് ഓരോ കാര്യങ്ങളും പറയുമ്പോഴും കാണുന്നൊരു തിളക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അത് നിങ്ങൾ എത്രത്തോളം ഉള്ളിലോട്ടെടുത്തൊരു സാധനമാണ്. സാധാരണ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടത് ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടാവേണ്ട ഒരു സാധനം, ഒരു പ്രാന്തമായ ഇഷ്ടവും പ്രാന്തമായ എഫേർട്ട് എടുക്കുക. ക്രേസി തന്നെയാണ് അതിന് ഏറ്റവും നല്ല വാക്ക്, ഭ്രാന്തനാണ്. അങ്ങനൊരു സാധനം എന്ന് നമ്മുടെ പ്രോഡക്റ്റിനോടും നമ്മുടെ ബ്രാൻഡിനോടും തോന്നുന്നോ അന്ന് പിന്നെ നമ്മുടെ മുന്നിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ സാധിച്ചെടുത്തു എന്നുള്ള ചോദ്യത്തിന് യാതൊരുവിധ പ്രാധാന്യമില്ല. ഇത് വന്നാൽ നമ്മളത് കണ്ടുപിടിക്കുന്നതാണ്. അതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമായിട്ടാണ് ഷിഫാസ് ഇരിക്കണത്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഷിഫാസ് ഇപ്പോൾ ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാൾ ഷിഫാസിൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ അവനോട് കൊടുക്കുന്നൊരു ഉപദേശം എന്തായിരിക്കും? നിനക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ചെയ്താൽ മതി. ആരെ അഭിപ്രായങ്ങൾ കേൾക്കരുത്. നീ എന്ത് ചെയ്യണം? നിൻ്റെ ചെവീനെ നീ മൂടണം. ആദ്യം നിൻ്റെ ചെവീനെ ആദ്യം എന്ത് ചെയ്യണം? മൂടണം. ആരും പറയണത് കേൾക്കരുത്. സ്വന്തം ഹൃദയത്തെ കേൾക്കണം. നിൻ്റെ താല്പര്യം, നിൻ്റെ ആഗ്രഹം, നിൻ്റെ ലക്ഷ്യം, കൃത്യമായ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൻ്റെ പുറകെ മുമ്പിലാണ് നടക്കുക. ആദ്യം നടക്കുക. ആദ്യം മനസ്സിൽ കണ്ടിട്ട് കാര്യമില്ലത്. ആദ്യം അതിന് വേണ്ടി ആദ്യ പടി നടക്കുക. ആദ്യം കളത്തിലിറങ്ങുക. സ്ട്രഗിൾസ് ഉണ്ടാവും. എന്തെയ്യാ? അതിനെന്തെയ്യാ? ഇതൊക്കെ ഇതിൻ്റെ ഭാഗമെന്ന് കണ്ടെത്തിയിട്ട് അത് മുമ്പോട്ട് നടക്കുക. പലതും പറയും. ഒന്നും കേൾക്കരുത്. നിൻ്റെ സ്വപ്നം എന്താണോ അതിന് വേണ്ടി എന്തെയ്യാ? നീ കണ്ണും പൂട്ടിയാണ് നടന്നേക്കണം. പിന്നെ നീ ഇതിപ്പോൾ ഞാൻ എല്ലാവരും വിചാരിക്കും ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ്. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് വൈവെട്ടി വന്നവൻ അങ്ങനത്തെ ഒരു വാക്കിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് വന്നതല്ല. എനിക്ക് പണമില്ലാത്ത സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ കമ്മലൊക്കെ തന്നിട്ടുണ്ടായി. ആദ്യത്തെ ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ കണ്ടെത്തുന്ന ഉമ്മയുടെ ഇല്ല, ഞാനത് പണിക്ക് പോയിട്ടാണ്. പിന്നീടുള്ള സ്ട്രഗിളിങ്ങിൽ ഇതിന് വേണ്ടി ഫുൾ ടൈം ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം ഉമ്മക്ക് എന്ത് പറയണ? സന്തോഷം. നീ ഉണ്ടാക്കിയതിൽ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മെൽ? എലിസബത്ത്, അതായത് ഷിഫാസിൻ്റെ രാജ്ഞി ഉമ്മയാണ്. അപ്പോൾ ഉമ്മയുടെ ഇഷ്ടപ്പെട്ട പെർഫ്യൂമിന് എലിസബത്ത് എന്ന് പേരിട്ടു അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ കാരണം. ഷിഫാസിൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം എലിസബത്ത് എന്നുള്ള പേര്. അത് ഇറക്കിയോ? അത് പണിയിലാണ്. അതിൻ്റെ പണിയിലാണ്. അതായിരിക്കും ഒരു സ്പെഷ്യൽ സാധനം. അത് വൺ ഓഫ് ദ ബെസ്റ്റ്. സ്വീറ്റ് ആയിരിക്കും ഭയങ്കര. ഒരു ഇറ്റ്സ് ലൈക്ക് എ ക്യൂൻ. ഭയങ്കര PS ടച്ചൊക്കെ ഉള്ള നല്ലൊരു വെറൈറ്റി സ്മെല്ല. സ്വീറ്റ് ആയിരിക്കും ഭയങ്കര. ക്യാൻഡി നോട്ട്സ് ഒക്കെ ആയിരിക്കും അതിന്. ഉമ്മാക്ക് അറിയോ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പോകുന്നുണ്ട്? അറിയാം. ഓക്കെ. എൻ്റെ ലേറ്റസ്റ്റ് ലോഞ്ചിങ് ആണ് അതെല്ലാം. ആണ്. ഇപ്പം എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു ദിവസമെങ്കിലും നമ്മുടെ ഉമ്മാനെ അല്ലെങ്കിൽ ഉപ്പാനെയൊക്കെ നമ്മുടെ കാർ കൊണ്ടുപോകണം. ഇപ്പം ഏതുവരെ എത്തി? എന്താ അവരൊക്കെ പറയണേ?
ഒരേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴയും വെയിലും കൊണ്ട് നടക്കുന്ന ഒരു കണ്ടീഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ചെളിയിൽ നിൽക്കുന്ന ഒരു കണ്ടീഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് റോട്ടിൽ എന്നെ മഴ പെയ്യുമ്പോൾ എൻ്റെ കടയിലേക്കാണ് ആദ്യം വെള്ളം വന്നത്. കാരണം ഞാൻ റോട്ടിലാണ് നിൽക്കണം. ഞാൻ ചെളിയിൽ നിന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിന്നിട്ട് ഇന്ന് ഞാൻ നിൽക്കണത് നല്ലൊരു ടൈൽസിലാണ്, നല്ലൊരു എയർ കണ്ടീഷൻ റൂമിലാണ്. അത് തന്നെ വലിയൊരു സമാധാനമാണ് എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും. ഇനി അങ്ങോട്ടുള്ളത് അത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിൽ എല്ലാം വരും. ഷിഫാസിൻ്റെ അടുത്തിട്ട് ഞാനൊരു അടുത്തൊരു ലക്ഷ്യം ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ 50ഓളം ഡിഫറെൻ്റായ ഫ്രാഗ്രൻസസ് സ്വന്തം ബ്രാൻഡിൻ്റെ അണ്ടറിലായിട്ട് ഇറക്കാമെന്ന് പറഞ്ഞു. ഒരു 5 വർഷം കഴിഞ്ഞാൽ ഷിഫാസിനെ കാണുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്താ ശരിക്കും? സാർ എൻ്റെ ലക്ഷ്യമില്ലേ ആ ലൈറ്റ് ഉണ്ടോ, ട്യൂബ് ഉണ്ടോ, ആ ട്യൂബാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ ഞാനിപ്പോൾ എത്തിയേക്കണതില്ലേ ഈ കാർപ്പറ്റിൽ എത്തിയിട്ടുള്ളൂ. എനിക്ക് അവിടെ എത്തണം. ഞാൻ ഇതുവരെ മൂടിയിട്ട് ഈ കാർപ്പറ്റിൻ്റെ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. എനിക്ക് അവിടെ എത്തണം. സാർ അപ്പോൾ സാറൊന്ന് ഉദ്ദേശിച്ച് നോക്കിയേ, ഞാൻ എന്തായിരിക്കും സ്വപ്നത്തിൻ്റെ ഞാനപ്പോൾ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? 1000-ൽ 1 പോലും ആയിട്ടില്ല സാറേ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും പറയണില്ല, അത് പറയൂ സാർ. ലോകത്തിൽ തന്നെ ബെസ്റ്റ് ഫ്രാഗ്രൻസ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. ലോകത്തിൽ തന്നെ ബെസ്റ്റ്, അതായത് ഫിർമിൻസ്, ജുവിഡാനൊക്കെ പോലത്തെ നല്ലൊരു ഫ്രാഗ്രൻസ് ബ്രാൻഡാക്കി എനിക്ക് വളരാൻ പറ്റണം. സാറേ അതിനുള്ള കംപ്ലീറ്റ് എന്താ പറയുക, അങ്ങനൊരു ബ്രാൻഡ്, അങ്ങനത്തെ ഒരു കമ്പനി ആക്കാനുള്ള എല്ലാ തരത്തിലുള്ളൊരു സ്ട്രഗിളും ഇതിൻ്റെ പിന്നിലുണ്ട് സാറേ. കാരണം അതിൻ്റെ എല്ലാ മോട്ടീവ് ഇത് കഴിഞ്ഞു പോയതാണ്. ഇനി ഇതിൻ്റെ ലക്ഷ്യം ആ ഒരു പൊക്കത്തിലേക്ക് എത്തുക, ആ ഒരു മാർക്കറ്റിൽ കളിക്കുക, ആ ഒരു മാർക്കറ്റിലേക്ക് എത്താം. ഇപ്പം നമ്മൾ കൊച്ചി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ സൗത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഫുൾ പാൻ ഇന്ത്യ, ഒരേ സമയം ഔട്ട്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതായത് ഉദ്ദേശിച്ചേക്കുന്നത് ഇതിന് ഒരു ഫ്രാഞ്ചൈസി കൊടുത്ത് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. അത് അർഹതപ്പെട്ടവർക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി കൊടുക്കുക. കൂടുതൽ ഫ്രാഗ്രൻസസ് ഇറക്കുക, ഇതിനൊന്ന് പബ്ലിഷ് ചെയ്യുക. അത് തന്നെയാണ് ഉദ്ദേശം. എന്നിട്ട് പിന്നെ ഉദ്ദേശിച്ചേക്കണത് വേറെ ഒന്നുമല്ല സാറേ. അത് എൻ്റെ മണങ്ങൾ നീഷ് പെർഫ്യൂംസിൻ്റെ കാറ്റഗറിയിൽ വരും. നീഷ് പെർഫ്യൂംസ് എന്ന് ഉദ്ദേശിക്കണത് സാറേ, അതായത് നല്ല ലോകത്തിലെ ഏറ്റവും വലിയ വെടിപ്പുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ, അതായത് ഒറിജിനൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണ ലോകത്തിലെ ഏറ്റവും വലിയ വെടിപ്പുള്ള ഫ്രാഗ്രൻസ്, അതാണ് നീഷ് കാറ്റഗറി എന്ന് പറയണം. ആ നീഷ് കാറ്റഗറിയിലേക്ക് എൻ്റെ പെർഫ്യൂംസ് വരണം. നീഷ് കാറ്റഗറിയിലേക്ക് കൊച്ചിന്നൊരു ബ്രാൻഡ് മട്ടാഞ്ചേരി നിന്ന് എത്തിയവനാന്ന് പറയണം. ചെളിയിൽ കിടന്നിട്ട് അവൻ നീഷിലേക്ക് എത്തി, ടോപ്പിലേക്ക് എത്തി എന്ന് പറയണം സാറേ. അങ്ങനെ വരുമ്പോൾ എനിക്ക് മാത്രമല്ല ആ നാടിനും കൂടി ഒരു, അതായത് മട്ടാഞ്ചേരി പോലുള്ള അണ്ടർ റേറ്റഡ് ചെയ്യപ്പെട്ടൊരു നാട്ടിൽ ഇതുപോലത്തെ പിള്ളേർ ഉണ്ട് എന്ന് ലോകം തിരിച്ചറിയണം. അല്ലാണ്ട് കള്ളും കഞ്ചാവും മാത്രമല്ല, കള്ളും കഞ്ചാവും പോലുള്ള പിള്ളേർ വേറെ, സ്വന്തം സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പിള്ളേർ മട്ടാഞ്ചേരി പോലുള്ള അണ്ടർ റേറ്റഡ് സ്ഥലത്ത് ഉണ്ടെന്ന് ലോകം തിരിച്ചറിയണം. അതായത് ഒരു പ്രദേശത്തിൻ്റെ പുറത്തോ ഒരു ഏജ് കാറ്റഗറിയുടെ പുറത്തോ ഇത് പല ലെവലിലേക്കും ലേബൽ ചെയ്യപ്പെട്ട ഇതല്ല യാഥാർത്ഥ്യം. അതെ. ഇതിനിടയിലും ഈ ജനറേഷനിലും ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ കിക്ക് സ്വന്തം സ്വപ്നത്തിനാന്ന് കാണുന്ന ഈ പറയുന്ന ഡ്രഗ്സിനും ബാക്കിയുള്ള ഒന്നിനും തരാത്ത കിക്ക് സ്വന്തം സ്വപ്നത്തിന് തരുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുണ്ടെന്ന് ഈ നാടിനോട് വിളിച്ചു പറയാനാണ് ഷിഫാസ് ആഗ്രഹിക്കുന്നത്. അതെ സാറേ, ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി കാണുമ്പോൾ തന്നെ പലർക്കും ഇൻസ്പിറേഷനിലാവും. കാരണം അവരിന്ന് വൈമുട്ടി നിൽക്കണേരിക്കും. ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തായാലും വീണ്ടും ചെയ്യാനുള്ളൊരു മനസ്സ് വരും. അങ്ങനെ അവർ ചെയ്യട്ടെ, അങ്ങനെ അവർ മുമ്പിലേക്ക് വരട്ടെ, ജയിക്കട്ടെ, അവരുടെ കുടുംബത്തിന് തുണയായിട്ട് നിൽക്കട്ടെ, അവരച്ഛനെയും അമ്മേനെയൊക്കെ നല്ല രീതിയിൽ നോക്കാൻ പറ്റട്ടെ. സാർ അതാണ് സാറേ വേണ്ടത്. അതിനേക്കാൾ വലിയൊരു നേട്ടമല്ല അത്. ഷിഫാസ് പറഞ്ഞ പോലെ, ഷിഫാസിനോട് ഞാൻ ചോദിച്ചു ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഏതാ? അപ്പോൾ ഷിഫാസ് പറഞ്ഞാൽ അതിൻ്റെ പേര് എലിസബത്ത് എന്നാണ്. അതിൻ്റെ സ്മെല്ല് എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അത് അടിച്ച ഒരാൾ ക്യൂവിനെ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ പറയുന്ന ഷിഫാസ് പറയാതെ പറഞ്ഞത് ഷിഫാസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വന്തം ഉമ്മാനെ ക്യൂനാക്കുക എന്നുള്ളതാണ്. അതെ. അത്രയും വലിയ ലക്ഷ്യത്തിലേക്ക്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ബെൻസ് എടുക്കണമെന്നോ റോൾസ് റോയ്സ് എടുക്കണമെന്നോ പറയുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ഉമ്മാനെ രാജ്ഞിയാക്കണം എന്ന് പറയുന്നതിനേക്കാൾ മഹത്തായ ഒരു സ്വപ്നം ലോകത്തില്ല. അതെ, അത്തരത്തിലൊരു സ്വപ്നം ഷിഫാസിന് അച്ചീവ് ചെയ്യാനും പറ്റട്ടെ. അതെ, തീർച്ചയായും. ഉമ്മ എൻ്റെ മോൻ ആണ് എന്നെ രാജ്ഞിയാക്കിയെന്ന് വിശ്വസിച്ച് ജീവിക്കാൻ ഉമ്മക്ക് കഴിയട്ടെ. ഷിഫാസ് ആഗ്രഹിക്കണ പോലെ
മട്ടാഞ്ചേരിയിലും മുതലുണ്ടെന്ന് ലോകത്തിനോട് വിളിച്ചു പറയാൻ ഷിഫാസിലൂടെ പറ്റട്ടെ. ഒരുപാട് വിജയാശംസകൾ നേരുന്നു. ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് സാർ.